മുരിങ്ങാക്കോലും ചെമ്മീനും മസാലക്കറി വെക്കാനായിട്ട് 8-10 നാരൻ ചെമ്മീൻ വലുത്, 3 മുരിങ്ങാക്കോല് തോല് കളഞ്ഞ ശേഷം കഷ്ണങ്ങളാക്കിയത്. മുരിങ്ങാക്കോലും ചെമ്മീനും കൂടെ ഒരുമിച്ച് ഒരു ചട്ടിയിലേക്ക് ഇട്ട് വേണം വേവിക്കാനായിട്ട് വെക്കാനായിട്ട്. 1 കപ്പ് വെള്ളം ചേർക്കണം. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്തിട്ട് ഒരു 4 പച്ചമുളക് എരിവിനാവശ്യമായിട്ട്, ഈ മുരിങ്ങാക്കോലിലെല്ലാം എരിവ് പിടിക്കാനായിട്ട് ഒരു 4 പച്ചമുളക് കൂടെ ചേർക്കണം. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ തിളപ്പിക്കാനായിട്ട് വെക്കണം. തിളച്ച് കഴിഞ്ഞ ശേഷം സിമ്മിൽ വെക്കണം. മുരിങ്ങാക്കോല് വേവുന്ന നേരം കൊണ്ട് നമുക്ക് തേങ്ങ വറുത്തെടുക്കാം. ഇരുമ്പ് ചീനച്ചട്ടിയിലാണ് ഞാൻ തേങ്ങ വറുത്തെടുക്കുന്നത്. പകുതി മുറി തേങ്ങ ചിരവിയത്. കഴിയുന്നതും ചിരവയിൽ തന്നെ വേണം ചിരവാനായിട്ട്. തേങ്ങ അപ്പോൾ ഒരേ വലിപ്പത്തിൽ കിട്ടും. പിന്നെ പട്ട, ഗ്രാമ്പൂ, ഏലക്ക, കുരുമുളക്. 1 പട്ട, 3 ഗ്രാമ്പൂ, 2 ഏലക്ക, 1 സ്പൂൺ കുരുമുളക്, 1 തണ്ട് കറിവേപ്പില, 10 വെളുത്തുള്ളി, ഒരു കൊച്ചു കഷ്ണം ഇഞ്ചി നീളത്തിൽ അരിഞ്ഞത്. ഇത്രയും ചേർത്ത ശേഷം നല്ലതുപോലെ തേങ്ങ ബ്രൗൺ നിറമാവുന്നത് വരെ വറുത്തെടുക്കണം. മസാലയിൽ ഞാൻ പെരിഞ്ജീരകം കൂടെ ചേർക്കുന്നുണ്ട്. പക്ഷേ തുടക്കത്തിലേ ഇടരുത്. കുറച്ച് വറുത്ത ശേഷം മാത്രമേ പെരിഞ്ജീരകം ചേർക്കാൻ പാടുള്ളൂ. 1 സ്പൂൺ പെരിഞ്ജീരകം എന്നിട്ട് വറുക്കണം. ആദ്യമേ പെരിഞ്ജീരകം ഇട്ടാൽ കരിഞ്ഞു പോകും. അതുകൊണ്ടാണ് പിന്നീട് ചേർക്കുന്നത്. ഇപ്പോൾ ഏകദേശം ബ്രൗൺ നിറമായിട്ടുണ്ട്. അപ്പോൾ സ്വിച്ച് ഓഫ് ചെയ്ത ശേഷം മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, 1 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. ഓരോരുത്തരുടെയും എരിവിനനുസരിച്ച് മുളക് പൊടി കൂടുതലിടാം. എന്നിട്ട് നല്ലതുപോലെ മൂപ്പിച്ചെടുക്കണം. ചീനച്ചട്ടിയുടെ ചൂട് കൊണ്ട് തന്നെ ഇത് മൂത്തോളും. പൊടികളെല്ലാം ചൂടായ ശേഷം ഒരു പാത്രത്തിലേക്ക് പകർത്തണം. എന്നിട്ട് ആവി പോയി കഴിയുമ്പോഴേക്കും മിക്സിയിലേക്ക് ഇട്ടിട്ട് ഒന്ന് വെറുതെ അടിച്ചെടുക്കണം. ആദ്യം വെള്ളം ചേർക്കണ്ട, ജസ്റ്റ് ഡ്രൈ ആയിട്ട് തന്നെ അത് അടിച്ചെടുക്കണം. അതിനുശേഷം 1/2 കപ്പ് വെള്ളം ചേർത്തിട്ട് വീണ്ടും മിക്സിയിലേക്ക് ഇട്ട് അരച്ചെടുക്കണം. ഇപ്പോൾ നല്ലവണ്ണം അരഞ്ഞ് വന്നിട്ടുണ്ട്. ഈ അരപ്പ് കറിയിലേക്ക് ഒഴിക്കണം. മിക്സി കഴുകി ഒരല്പം വെള്ളത്തിലൊന്ന് കഴുകിയിട്ട് അതിനകത്ത് ഉള്ള അരപ്പ് കൂടെ ഇതിലേക്ക് ചേർക്കണം. ഈ സമയത്ത് 2 തക്കാളി അരിഞ്ഞത് കൂടെ ചേർക്കണം. ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ച് തിളപ്പിക്കണം. അതിനുശേഷം സിമ്മിൽ വെച്ചിട്ട് ഒന്ന് പതുക്കെ മൂടി വെച്ച് വേവിക്കണം. അപ്പോഴേക്കും അരപ്പൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ടാകും. പോരാത്ത ഉപ്പ് ഈ സമയത്ത് ചേർക്കണം. ഇപ്പോൾ എണ്ണയെല്ലാം തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്വിച്ച് ഓഫ് ചെയ്യാം. ഇനി താളിക്കാനായിട്ട് വെളിച്ചെണ്ണയിലേക്ക് കടുക്, 5-8 ചെറിയുള്ളി അരിഞ്ഞത്, 4 വറ്റൽമുളക്, 1 തണ്ട് കറിവേപ്പില എന്നിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. മൂത്ത ശേഷം ഇത് കറിയിലേക്ക് ഒഴിക്കണം. മുരിങ്ങാക്കോൽ ചെമ്മീൻ മസാലക്കറി റെഡി.